ഇനി തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മരം ഒടിഞ്ഞു വീണു. കാറുകൾക്ക് മുകളിലൂടെയാണ് മരം വീണത്. കാറിലുണ്ടായിരുന്നയാൾ ഓടി മാറുകയായിരുന്നു. രാഹുൽ, ഈ മരങ്ങൾ അപകടാവസ്ഥയിൽ തുടരുന്ന സാഹചര്യമുണ്ടോ അവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ SITക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന നേരെ മുൻവശത്ത് കാണുന്ന പ്രദേശമാണ്. ഇവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യം നൽകിയിരിക്കുന്ന ഇടമാണ്. അവിടേക്കാണ് ഇപ്പം മരം, ഇവിടെ ചെറിയ കാറ്റുണ്ടായിരുന്നു. ആ ചെറിയ കാറ്റിൽ ഒരു മരം വീഴുന്ന സാഹചര്യമാണ്. നോക്കൂ, ആ മരം 2 വാഹനങ്ങൾക്ക് മുകളിൽ കൂടിയാണ് വീണത്. ഒരു വാഹനത്തിന് പൂർണ്ണമായി കേടുപാടുകളുണ്ട്. തൊട്ട് മുകളിലേക്കാണ് മരം വീണത്. മോദി സൂചിപ്പിച്ചതുപോലെ നിലവിൽ നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട പരാതിയും അത് തന്നെയാണ്. നിലവിൽ പാർക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അത് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിലവിൽ ഈ കാണുന്ന 2ാം വാഹനത്തിനടുത്ത് അതിൻ്റെ ഉടമസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം തലനാഴിഴയ്ക്കാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തോട് ചോദിക്കാം, ചേട്ടാ, അപകടം ഉണ്ടായിരുന്നു? ഈ വണ്ടിക്ക് അടുത്തായിരുന്നു ചേട്ടനുണ്ടായിരുന്നു? ഞാൻ ഫ്രണ്ട്സ് അവിടെ വിളിച്ചു, അവന്മാർ വിളിച്ച് കൈ അടിച്ച് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി. ഡോറോ അടയ്ക്കാൻ ഇത് വലിയ ശബ്ദം കേട്ടിട്ടുണ്ടാണോ? ഇവിടെയാണെന്ന് യവന്മാരെ വിളിച്ചു, യവന്മാരെ കൈയാടി. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങ് പെട്ടെന്ന് അങ്ങ് ഓടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് തൊട്ട് മുൻപിൽ കാണുന്ന SIT ആണ്, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ്. അവിടെ കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പോൾ അത്രമാത്രം അപകടാവസ്ഥയിൽ നിൽക്കുന്ന നിരവധി മരങ്ങൾ, ഈ ദൃശ്യങ്ങൾ കണ്ടാലറിയാം, എല്ലാ മരങ്ങളും പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. നേരെ കാണുന്ന മരം അതിൻ്റെ അടിവശത്തെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ വശത്ത് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഓട്ടോ പിന്നീട് മാറ്റിയതാണ്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ അപകടം സമയത്ത് കണ്ട ആൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, അപകടം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഓട്ടോയ്ക്കകത്ത് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഭയങ്കരമായ സൗണ്ടിൽ ഈ മരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിൻ്റെ പുറത്തുകൂടെ വന്ന് വീഴുകയായിരുന്നു. തീഗോളം പോലെ തീ പൊങ്ങി വീണു. അയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ഈ ലൈനിൻ്റെ മേളിൽ കൂടെയാണ് വീണത്. അത് കൂട്ടിയിടിച്ച് തീ വന്ന് വീണു. ഇപ്പുറത്തെ സൈഡ് 2 പേരുണ്ടായിരുന്നു, ഓട്ടോയിൽ ഒരാളുണ്ട്. ഇവർ 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ പുറത്തുകൂടെ വീഴുകയായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ പാർക്കിങ്ങിന് കൊടുത്തിരിക്കുന്ന സ്ഥലം അപകടകരമാണ്. മരങ്ങൾ മൊത്തം ശിഖരങ്ങളോടുകൂടി നിൽക്കുന്ന മരങ്ങളാണ്. അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കുട്ടികളുമായിട്ട് വരുന്നവരെ പുറത്ത് ഇനിയും വീഴാൻ സാധ്യതയുണ്ട്. മോദി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴക്കാലം അടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞു, മഴയല്ല, അതിനപ്പുറത്തേക്ക് കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ മരത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നോക്കിയാൽ അത് മൂടോടുകൂടിയാണ് പിഴുത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ചെറിയ കാറ്റുണ്ടായാൽ പോലും മൂടുഭാഗം കേടുവന്ന നിരവധി മരങ്ങൾ അത് ഇത്തരത്തിൽ നിലം പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം ഗൗരവകരമാണ്. പാർക്കിങ്ങിന് നിലവിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ വരുന്ന ആളുകൾ, കൂട്ടിരിപ്പുകാർ പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവകരമായ വിഷയമാണ്. നിലവിൽ മഴയുടെ ശക്തി വർദ്ധിച്ചാൽ, കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചാൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മോദി, ശരി. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പാർക്കിംഗ് സ്ഥലത്തുള്ള വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അവിടെ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട്. അത് മുറിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ്. ആ കാറിൽ നിന്നും തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഓട്ടോയിൽ നിന്നും അതിൻ്റെ ഡ്രൈവർമാരടക്കം ഓടി മാറിയത് കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ പോയത് എന്നുള്ളതാണ്. അങ്ങനെ അപ്രതീക്ഷിതമായ അപകടം, എന്തായാലും ഒരു മഴക്കാലമാണ്, അപകടം ഉണ്ടാക്കാൻ പോകുന്ന മരങ്ങൾ അധികൃതർ മുറിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.